ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കൂർക്ക വലുത്തുകയാണ്. കൂർക്ക വൈകുന്നേരത്തെ ചോറിനുള്ള കറിയാണ്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാകുന്ന ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിൽ പോകാം. എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാം, എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചെയ്യുന്നത്, പലരും പല രീതിയിലാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ആ രീതി എന്താണെന്ന് കാണിച്ചു. അപ്പം നമുക്ക് കത്തിക്കാം. തീ കത്തിച്ച് ചട്ടി എടുത്തടച്ചു. നമുക്ക് അതിനകത്തേക്ക് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണ്ടേ. ഞാൻ ഒരു സവള ചെറുതായി കൊത്തി എരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണമായിട്ട് കറിവേപ്പില. അതിനകത്ത് വേണ്ടത് മുളക് പൊടി 2 സ്പൂണ്, 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്ത്, 1 സ്പൂൺ കറി മസാല എടുത്തിട്ടുണ്ട്, കാശ്മീരി പൗഡർ എടുത്തിട്ടുണ്ട്, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി. അപ്പോൾ കൂടുതൽ കാരണം വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എണ്ണ ചൂടായി കടുകിടാം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതൊക്കെയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരണം. വെള്ളം വരുന്നത് കൊണ്ടാണ് പൊട്ടുപൊടി. അതിനുള്ള കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പിലിൻ്റെ കൂടെ ഈ തണ്ട് ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് ശകലം തീ കൂട്ടി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നമ്മൊരു മെറൂൺ കളറാകുന്നത് ഒരു പകുതി മൂപ്പാകും കേട്ടോ. ശകലം ഉപ്പ്, മൂക്കാൻ വേണ്ടി ഉപ്പ് അതിനകത്തേക്ക് വേണമില്ല. ഉപ്പ് ഞാൻ ഓൾറെഡി കൂർക്കയിൽ ഇട്ടതാണ്, എന്നാലും ഒരു ശകലം ഞാൻ ഇട്ടേക്കണം. നോക്കിയിട്ട് മതി, കൂടുതലായിട്ടുള്ള. എല്ലാവരും പോലെ ചെയ്ത് നോക്കണം. ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇവിടെ ഒക്കെ വേവിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ചിട്ട് ഉള്ളി മുളക് പൊരിഞ്ഞ് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ചേർത്താറില്ല. അപ്പം ചേച്ചി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാൽ പറഞ്ഞ 2-3 പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതിന് കൂടെ ചെയ്ത് നോക്കണം എല്ലാവരും. എല്ലാവരും ഒരുപോലെ നല്ല ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത്. നമുക്കതിന് ആവശ്യം അതുപോലെ എടുത്താൽ മതി. ഒരുപാട് വേണമെന്ന് നമുക്ക് കുറച്ച് ഞാൻ അരയ്ക്കും കൂർക്കണം അങ്ങിരുന്ന് അതിനുള്ള സാധനമാണ് ഞാൻ എടുത്തില്ല. ഇത്ര മൂത്താൽ മതി. നമുക്ക് ഈ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ശകലം മുളക് പൊടിയില്ലേ, കാശ്മീർ ചില്ലി പൗഡർ വേണം ഇരിക്കുന്ന കളറിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ശരിക്കും ഒരു മെറൂൺ കളർ വരണം കേട്ടോ. മുളക് പൊടി മമ്മറിക്കൊക്കെ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കൂർക്ക മെഴുക്കുവറ്റിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. തീ കുറച്ച് വെച്ചിട്ട് വേണം. ഇങ്ങനെ കരിഞ്ഞു പോകും, തേക്കണം. അപ്പം ഏകദേശമായിട്ടില്ല. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കൂർക്ക വെന്തത് ഇട്ടുകൂടാം. കൂർക്കയിൽ ശകലം വെള്ളമുണ്ട്, കാരണം നമ്മൾ ഒരുപാട് വെള്ളമില്ലാണ്ട് ഇങ്ങനെ ആക്കി വെച്ച ഒരു എന്താ പറയുക, വെള്ളമില്ലാത്ത പോലെ ഒരു ശകലം വെള്ളത്തിൽ വേണം. ഒരുപാട് വെള്ള വെളുപ്പരി വരുമ്പോൾ ശകലം കുഴമ്പം പോലെയാണ് ആകുക. അപ്പോൾ നമ്മൾ അത് കുഴമ്പം പോലെ ആണെങ്കിൽ ശകലം വെള്ളത്തിൽ വേണം. അപ്പോൾ ഈ അരപ്പൊക്കെ കൂടെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു. കൂട്ടുകാരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം. ചിക്കൻ മസാല ശകലം ചേർക്കണം. നമുക്ക് ഇറച്ചിയുടെ കൂട്ടം കൂടുതൽ ഒരു ഇറച്ചിയുടെ വെപ്പ് പോലെയാണ്. അപ്പം ശകലം ചിക്കൻ മസാല ഇത് കണ്ടോ, ഇങ്ങനെ കുഴമ്പം പോലെ ഇരിക്കണം, ഇങ്ങനെ പെരണ്ടിരിക്കണം, ഇങ്ങനെ വെറുതായിട്ട് ഇരിക്കരുത് ഇങ്ങനെ കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുള്ളൂ.
നമുക്ക് ഓക്കെയില്ല. ഇത് നന്നായിട്ട് കൂർക്കയുടെ പാടും. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ വെക്കണം, പറയണം. വലിയ കുറവായാലും അറിയിക്കുക. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ കൊടുക്കലുമായിട്ട് വീണ്ടും വരാം. ഇത്രയുള്ളൂ. ബൈ.